പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ കെപിസിസി. കോൺഗ്രസ് നേതാക്കളുടെ തട്ടിപ്പിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത എൻ.എം. വിജയന്റെ കുടുംബം ആധാരം പണയപ്പെടുത്തിയ തുക നൽകാൻ കെപിസിസി തീരുമാനം. ഇനിയും കോൺഗ്രസുകാർ നൽകാനുള്ളത് 1 കോടിയിലേറെ രൂപയാണ്. ജോഷിലയുണ്ട് വിശദ വിവരങ്ങളുമായി. ജോഷില, വളരെ വലിയ രീതിയിൽ കേരളത്തിൽ ചർച്ചയായ ഒന്നാണ് എൻ.എം. വിജയന്റെ ആത്മഹത്യ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ.എം. വിജയന്റെ മരുമകൾ പത്മജ ആത്മഹത്യക്ക് ശ്രമിച്ച വാർത്തയും വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ ഗത്യന്തരമില്ലാതെയാണ് കെപിസിസി ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നത്. അങ്ങനെ ഉള്ളപ്പോൾ പോലും ഏതാണ്ട് 1 കോടിയിലേറെ രൂപ ഇനിയും കോൺഗ്രസുകാർ നൽകാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കൂടുതൽ വിവരങ്ങൾ. എന്തായാലും ഇപ്പോൾ ജോഷിലേക്ക് തിരികെ എത്താം. പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാതെയാണ് കെപിസിസിയുടെ ഇത്തരം ഒരു തീരുമാനം എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ആദ്യ സമയങ്ങളിൽ ഇത്തരത്തിലൊരു ബാധ്യത ഏറ്റെടുക്കുവാൻ കെപിസിസിക്ക് ആവില്ല. എല്ലാ ബാധ്യതകളും അങ്ങനെ കെപിസിസിക്ക് ഏറ്റെടുക്കുവാൻ പറ്റുമോ എന്ന് ചോദിച്ച കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫിനെ നമ്മൾ കണ്ടിരുന്നു. പിന്നീട് ഈ പത്മജയുടെ ആത്മഹത്യക്ക് ശേഷം വീണ്ടും ഇത് വലിയ തോതിൽ ചർച്ചയായപ്പോഴാണ് പിന്നീടും ഈ വിഷയത്തിൽ ഒരു പുനർചിന്തനം നടത്തുവാൻ കെപിസിസി തയ്യാറായത് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. ഏറ്റവും ഒടുവിൽ ഇതാ എല്ലാ ബാധ്യതയുമല്ല, അതിൽ ഇത്തരത്തിൽ എൻ.എം. വിജയന്റെ കുടുംബത്തിന്റെ ആധാരം പണയപ്പെടുത്തിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാധ്യതയാണ്. ഇപ്പോൾ ആ ഒരു തുക തിരിച്ചു നൽകുവാനാണ് ഇപ്പോൾ കെപിസിസി തീരുമാനിച്ചിരിക്കുന്നത്. ജോഷില ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ജോഷില, ഇത്തരത്തിലൊരു തീരുമാനം ഇത്രയും വൈകിയ വേളയിൽ കെപിസിസി എടുത്തിട്ടുണ്ട് എങ്കിൽ പോലും ഇനിയും ഏതാണ്ട് 1 കോടിയിലേറെ രൂപയാണ് കോൺഗ്രസ് നൽകുവാനുള്ളത്. എങ്കിലും ഈ ഒരു തീരുമാനം, വൈകിയ വേളയിൽ എടുത്ത ഈ ഒരു തീരുമാനം ആ ഒരു കുടുംബത്തിന് ആശ്വാസകരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിൽ നമുക്ക് പങ്കുവയ്ക്കുവാൻ സാധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ. സിന്ധൂരി, ഒട്ടേറെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഏകദേശം 1 കൊല്ലം കഴിയാറായി. കഴിഞ്ഞ 2008 എൻ.എം. വിജയൻ ആത്മഹത്യ ചെയ്തത്. തന്റെ ആത്മഹത്യക്ക് കാരണം കടബാധ്യതയാണെന്നും ഈ കടബാധ്യത ഉണ്ടാക്കിയെടുത്തത് കോൺഗ്രസ് നേതൃത്വമാണെന്നും ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചുകൊണ്ടാണ് എൻ.എം. വിജയൻ ആത്മഹത്യ ചെയ്തത്. ഇത് നേരത്തെ തന്നെ കെപിസിസി നേതൃത്വത്തെ ഈ കടബാധ്യതയൊക്കെ തന്നെ അറിയിച്ചിരുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് വാഗ്ദാനം ചെയ്തുകൊണ്ട് പണം വാങ്ങുകയും ഈ പണം കെപിസിസി നേതൃത്വം അടക്കമുള്ള ആളുകൾ അറിഞ്ഞുകൊണ്ട് DCC നേതൃത്വത്തിന് നൽകുകയും ചെയ്തു എന്നുള്ള ഒരു തെറ്റ് മാത്രമായിരുന്നു എൻ.എം. വിജയൻ ചെയ്തത്. ഇതൊക്കെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം കിട്ടാത്തവർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതൊക്കെ തന്നെ ആധാരമടക്കം പണയം വെച്ചുകൊണ്ടായിരുന്നു. ഇത്തരത്തിൽ 2.5 കോടിയിലധികം രൂപ തന്റെ കുടുംബത്തിന് ബാധ്യതയുണ്ട് എന്ന് എഴുതി വെച്ചാണ് എൻ.എം. വിജയൻ ആത്മഹത്യ ചെയ്തത്. എന്നാൽ എൻ.എം. വിജയന്റെ കുടുംബത്തെ പാടെ അവഗണിക്കുന്ന രീതിയായിരുന്നു കോൺഗ്രസിന്റേത്. കഴിഞ്ഞ ദിവസം എൻ.എം. വിജയന്റെ മരുമകൾ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. കോൺഗ്രസെ നിനക്കിത ഒരു ഇര കൂടി എന്ന് എഴുതി വെച്ചുകൊണ്ടാണ്, ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചുകൊണ്ടാണ് എൻ.എം. വിജയന്റെ മരുമകൾ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇതോടുകൂടി മാത്രമല്ല ടി സിദ്ദിഖ് MLA തന്നെ അപമാനിച്ചു. താൻ കോൺഗ്രസ് നൽകിയ പണമെല്ലാം ബിസിനസ്സിന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അപമാനിച്ചത് എന്നും ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നും പത്മജ പറയുകയുണ്ടായി. ആ സന്ദർഭത്തിലാണ് ഇത്തരത്തിൽ ഒരു സ്ത്രീയുടെ കൂടി ആത്മഹത്യയിലേക്ക് നയിക്കുന്ന, പ്രേരിപ്പിക്കുന്ന MLA രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DYFI നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ വലിയ പ്രതിഷേധ പ്രകടനമാണ് നടന്നത്. അതുപോലെ തന്നെ പുൽപ്പള്ളിയിൽ CPIM നേതൃത്വത്തിലും വൻ പ്രതിഷേധ പ്രകടനമായിരുന്നു നടന്നത്. ആ പുൽപ്പള്ളിയിലെ പ്രതിഷേധ പ്രകടനത്തിലും വൻ ബഹുജന റാലിയിലും പങ്കെടുത്ത MV ജയരാജൻ, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ അന്ന് പ്രഖ്യാപിച്ചത് കോൺഗ്രസ് ഏറ്റെടുക്കുന്നില്ലെങ്കിൽ, എൻ.എം. വിജയന്റെ കുടുംബത്തെ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ CPIM ആ കുടുംബത്തെ സംരക്ഷിക്കും എന്നായിരുന്നു. ഇത് വലിയ തിരിച്ചടിയാകുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. മാത്രമല്ല തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. പത്മജ വീണ്ടും മാധ്യമങ്ങളെ കാണുന്നു. പിണറായി CM-നെ, അതായത് മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു, പരാതി നൽകുന്നു. ഒരു തരത്തിലും കോൺഗ്രസ് കടബാധ്യത തീർക്കില്ല എന്ന് രീതിയിലേക്ക് പെരുമാറിയപ്പോഴാണ് പത്മജ മുഖ്യമന്ത്രിയെ കാണാൻ പോയത്, പരാതി നൽകിയത്. ഇതൊക്കെ തന്നെ വൻ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയ ഒരു സാഹചര്യത്തിൽ നിൽക്കക്കളിയില്ലാതെ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കെപിസിസി നേതൃത്വം ഇപ്പോഴൊരു തീരുമാനം എടുത്തിരിക്കുന്നു. 60 ലക്ഷം രൂപ ബത്തേരി അർബൻ ബാങ്കിൽ അടച്ചുകൊണ്ട് ആധാരം തിരിച്ചെടുത്ത് എൻ.എം. വിജയന്റെ കുടുംബത്തെ ഏൽപ്പിക്കുക എന്നുള്ള തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ബത്തേരിയിലെ ബാങ്ക് പ്രസിഡന്റ് കൂടിയായ ബാങ്ക് പ്രസിഡന്റ് ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത്. DP രാജശേഖരനെ വിളിച്ചപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് ബ്രാഞ്ചിലേക്ക് പണം എത്തും, 60 ലക്ഷം രൂപയിലേറെ ഏകദേശം വരും എന്നുള്ളത്. എന്നാൽ 2.5 കോടിയിലേറെ രൂപയാണ് ആ കുടുംബത്തിന് കടബാധ്യതയായിട്ട് ഉള്ളത് എന്നുള്ളതാണ് പത്മജ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഏകദേശം 20 ലക്ഷം നേരത്തെ നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് 1.5 കോടിയിലേറെ രൂപ ഇനിയും കെപിസിസി നൽകേണ്ടതുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ആ കുടുംബത്തിന് നൽകേണ്ടതുണ്ട്. ഇതിൽ സംതൃപ്തിയാണോ എന്നുള്ള കാര്യം പത്മജ തന്നെയാണ്, അല്ലെങ്കിൽ ആ കുടുംബമാണ് ഇനി വ്യക്തമാക്കേണ്ടത്. ശരി, വ്യക്തമാണ് ജോഷ്ല.